ഹായ് കിച്ചൻ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചീര തോരൻ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്കിതിലോട്ട് 2 വെളുത്തുള്ളി, 7-8 ചുവന്നുള്ളി, 5 പച്ചമുളക്, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 1/4 കപ്പ് ചുരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 കപ്പ് ഗ്രേറ്റഡ് തേങ്ങയാണ്, ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒരിക്കലും ബ്രൗൺ കളർ ആകേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യം പോലെ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീരയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതുകൊണ്ട് തന്നെ കുറേശ്ശെ ചേർത്ത് വേണം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലോട്ട് 3 കെട്ട്, ഞാനിവിടെ 3 കെട്ട് ചീരയാണ് ചെറുതാക്കി അരിഞ്ഞതാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, അതങ്ങനെ തന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചീരയുടെ പച്ച കളർ മാറും, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പൊ ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം കണ്ടില്ലേ, നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്ത് വരാൻ തുടങ്ങി. കാരണം ചീരേൻ്റെ അകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ചീര പെട്ടെന്ന് തന്നെ റെഡിയാകും. എന്നാൽ പോലും ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോഴും ഇതിൽ നിന്നും വെള്ളം പുറത്ത് വരുവാണ്. നമ്മൾ എക്സ്ട്രാ ചേർത്ത വെള്ളമല്ല, എല്ലാം തന്നെ പുറത്ത് വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ചീര വെന്ത് കിട്ടും. അപ്പോൾ ചീര വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇപ്പോഴും കുറച്ച് വെള്ളം ചിലപ്പോൾ പുറത്ത് കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് നമുക്ക് ആ ഒരു ചീര നമുക്ക് ഇളക്കി വറ്റിച്ചെടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം പോയി ഇതേപോലെയാണ് ഇരിക്കുക. നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഈ ചീരയുടെ ഓരോ ഇലയും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് പാലക്കിലും ചെയ്യാൻ പറ്റും. പാലക്കിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഈ ചീര തോരൻ അല്ലെങ്കിൽ പാലക്ക് തോരൻ വെക്കുമ്പം പച്ചമുളക് കുറച്ച് കൂടുതൽ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം ചീരയിൽ ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസമൊക്കെ വരുത്താം. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും എളുപ്പത്തിലുള്ള ചീരത്തോരൻ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.